ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പോത്താങ്കണ്ടം ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലേക്കാണ്. നമ്മൾ ആനന്ദിനെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ അവനിവിടെ അമ്പലത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഫെബ്രുവരി 22, 23, 24 തുടങ്ങിയ ദിവസങ്ങളിൽ ഉത്സവം നടക്കുകയാണ്. അമ്പലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. 22-ന് വൈകുന്നേരം 3 മണിക്ക് കരക്കാട് നിന്ന് ആരംഭിക്കുന്ന കലവറയോടുകൂടി ഇവിടുത്തെ ഉത്സവത്തിന് ആരംഭം കുറിക്കുക. വൈകുന്നേരം 7 മണിക്ക് പ്രാദേശിക കലാകാരന്മാരും കലാകാരികളും കുട്ടികളും അവതരിപ്പിക്കുന്ന പരിപാടികളാണ്. 23-ന് ഉച്ചക്ക് മുത്തപ്പൻ വെള്ളാട്ടം, രാത്രി 9 മണിക്ക് ഏച്ചിലാമ്പാറയിൽ നിന്നും രാത്രി 10 മണിക്ക് ആനന്ദഭവനത്തിൽ നിന്നും പുറപ്പെടുന്ന കാഴ്ചകൾ, രാത്രി വീരൻ, തുരക്കാർ തുടങ്ങിയ തെയ്യക്കോലങ്ങളുണ്ട്. 24-ന് രാവിലെ പൊട്ടൻ തെയ്യം, രക്തചാമുണ്ടി, തൊണ്ടച്ചൻ തെയ്യം, വിഷ്ണുമൂർത്തി, ഗുളികൻ തെയ്യം, മുടന്തേമ്മ എന്നീ തെയ്യക്കോലങ്ങൾ കൂടി ഉണ്ടാവുക. വലിയൊരു കണ്ടത്തിൻ്റെ നടുക്കാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെ. ശ്രീയേഷേട്ടാ, നിങ്ങൾക്ക് ഈ പോത്താങ്കണ്ടത്തിൻ്റെ ഐതിഹ്യം എന്താണെന്നറിയാം? ഐതിഹ്യം ചോദിച്ചപ്പോൾ അറിയാമെന്ന് പറഞ്ഞല്ലാതെ എന്താണെന്ന് വ്യക്തമായി ശ്രീയേഷേട്ടൻ പറഞ്ഞു. കൂട്ടത്തിലെ തലമൂത്ത ആള് ഭാർഗവേട്ടൻ നമുക്കത് പറഞ്ഞു. ഈ പോത്താങ്കണ്ടം എന്ന് പറഞ്ഞ പേര് വരാനുള്ള കാരണം സാഹചര്യം നിങ്ങൾ അറിയാം? പേര് പറയണം. പണ്ട് തന്നെ വെച്ചാൽ നമ്മളെല്ലാം കാലത്തിൽ പോത്താങ്കണ്ടം ആദ്യം പിന്നെ നമ്പീശന്മാരാണ് താമസം ഉണ്ടായിരുന്നു. ആദ്യം പേര് എന്ന് വെച്ചാൽ അമ്പിലാഞ്ചേരി എന്ന് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അന്നേരം അമ്പിലാഞ്ചേരി നമ്പീശന്മാരാണല്ലേ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് യഥാർത്ഥ പോത്താങ്കണ്ടത്തിൽ അപ്പുറം, പള്ളിയിൽ അപ്പുറം പോത്താങ്കണ്ടം. അങ്ങനെ ഇവരുടെ താമസത്തിനുണ്ടാക്കി അമ്പിലാഞ്ചേരിയിൽ പോത്താങ്കണ്ടായിട്ട് മാറി. അങ്ങനെയാണല്ലേ? അങ്ങനെ